ഹലോ ഗൈസ്, ജെഫോടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും എത്ര ലെങ്തിൽ അപ്ലോഡ് ചെയ്യണം, എത്ര മിനിറ്റ് എത്ര ലെങ്തിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതായത് വീഡിയോൻ്റെ ലെങ്ത് വളരെ പ്രധാനപ്പെട്ട കാരണം. ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ചാനൽ എത്ര ലെങ്തിലിടണം, അതായത് മോണിറ്റൈസേഷൻ ആയ ചാനൽ എത്ര ലെങ്തിലിടണം എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കാണുന്ന ആൾക്കാർ സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മുടെ ചാനൽ സബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കൊക്കെയാണ് നമ്മുടെ അടുത്തതായിട്ട് വീഡിയോ ചെയ്യാനുള്ള സപ്പോർട്ട്. അതുകൊണ്ട് നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം നിർബന്ധമായിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എല്ലാവരും ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് യൂട്യൂബിന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ മുതൽ അതായത് മോണിറ്റൈസേഷനായി വലിയ വലിയ യൂട്യൂബേഴ്സ് അടക്കം വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. നമ്മുടെ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരാണെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കണേ, വാച്ച് ടൈം കൂട്ടണേ, വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ടൈം കൂടുള്ളൂ. ഷോർട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ച് ടൈം അതിൻ്റെ കൂട്ടൂല. അതായത് ഷോർട്ട് വീഡിയോ നമുക്ക് വ്യൂസ് അനുസരിച്ചാണ് മോണിറ്റൈസേഷൻ ആകുന്നത്. രണ്ട് രീതിയിലാണ് മോണിറ്റൈസ് ആകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം നമ്മൾ ഷോർട്ടിൻ്റെ കാര്യം ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര സമയം നമ്മൾ ലെങ്ത് കൊടുക്കണം ഷോർട്ട് വീഡിയോയ്ക്ക്. നമുക്ക് ഷോർട്ട് വീഡിയോ നമുക്കറിയാം, ഷോർട്ട് വീഡിയോ 59 സെക്കൻഡ് വരെയാണ് നമ്മുടെ ലെങ്ത് ആയിട്ട് കിടക്കുന്നത്. അതായത് 1 സെക്കൻഡ് മുതൽ 59 1 സെക്കൻഡ് അപ്ലോഡ് ആകാനോ എനിക്കറിയത്തില്ല, 1 സെക്കൻഡ് മുതൽ 59 സെക്കൻഡ് വരെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഷോർട്ടിനകത്ത് വൈറലാണെന്ന്, അതിനുപരി നമ്മൾ യൂട്യൂബ് കൂടുതലായിട്ട് നോക്കുന്നത് ഷോർട്ട് വീഡിയോ. നിങ്ങൾക്കറിയാം 15 സെക്കൻഡ് ഷോർട്ട്, നിങ്ങളൊരു യൂട്യൂബിന് ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണാം 15 സെക്കൻഡ് എന്ന് പറയാം കാണും, അല്ലെങ്കിൽ 60 സെക്കൻഡ് എന്ന് കാണാം. അവിടെ 15 സെക്കൻഡ് അവിടെ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് 60 സെക്കൻഡ് ഒരു ഓപ്ഷൻ കൂടെ വരും. ഓക്കെ, ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ. അപ്പോൾ എന്തിനാണ് യൂട്യൂബ് അവിടെ 15 സെക്കൻഡ് വെച്ചേക്കുന്നത്? ഒരു 60 സെക്കൻഡ്, വെറുതെ ഒരു 60 സെക്കൻഡ് മാത്രം ഷോർട്ടിന് വെച്ചാൽ മതിയല്ലോ. എന്നിട്ടും എന്തിനാണ് അവിടെ ഒരു 15 സെക്കൻഡ് എന്നുള്ള റൗണ്ടിൽ കൊടുത്തേക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ ആൾക്കാർക്ക് 15 സെക്കൻഡിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് എന്തോ ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡാൻസ് പെർഫോമൻസ് ഒക്കെ പെട്ടെന്ന് റീച്ച് ആയപ്പോൾ നിങ്ങൾ കാണാം, അതായത് കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് ഭാഗം മാത്രമേ അതിനകത്ത് കാണുള്ളൂ. പക്ഷേങ്കിൽ പെട്ടെന്ന് റീച്ചായി പെട്ടെന്ന് മില്യൺ കണക്കിന് വ്യൂവിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിലോട്ട് പെട്ടെന്ന് വരാനുള്ളൊരു മാർഗ്ഗമാണ് കുറഞ്ഞ രീതിയിൽ ഷോർട്ട്, അതായത് കുറഞ്ഞ ഡ്യൂറക്ഷനിൽ ഷോർട്ട് ചെയ്യുക. അതായത് 15 സെക്കൻഡ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഈ 60 സെക്കൻഡ് ഷോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റീച്ച് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാര്യം ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി നമുക്ക് ലോങ് വീഡിയോയുടെ കാര്യം പറയാം. ഓക്കെ, ലോങ് വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലാകാൻ ചാൻസ് ഉള്ള ഏതാണ്? അതായത് നമുക്ക് ചാനൽ ഏകദേശം ഒരു 2-3 മാസം റീച്ച് ആകാത്ത ചാനലാണെന്ന് കൂട്ടിക്കും. അതായത് നമുക്ക് അത്യാവശ്യം വീഡിയോയ്ക്ക് വലിയ വ്യൂ ഒന്നുമില്ല, എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത് 20 മിനിറ്റ് വീഡിയോ ഒക്കെ തുടങ്ങുന്ന പാടെ, നമ്മളൊരു ചാനൽ തുടങ്ങിയ പാടെ തന്നെ 20 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര 30 മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ വീഡിയോ ഒക്കെ 30 മിനിറ്റുള്ള വീഡിയോ ആണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടാത്ത കാര്യമാണ്. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചാനൽ ഗൈഡൻസ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമുക്കറിയാം, നമ്മൾ അതിൻ്റെ അകത്ത് ചെറിയൊരു പേയ്മെൻ്റ് ഒക്കെ മേടിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേങ്കിൽ അവരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരിക്കലും ഒരു 4 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങൾക്കറിയാം, നമ്മളാണെങ്കിൽ തന്നെ ഒരു വീഡിയോ നമ്മൾ വാച്ച് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ആണെങ്കിലും ഇഷ്ടമില്ലാത്ത വീഡിയോ ആണെങ്കിലും അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും നമ്മൾ 2 മിനിറ്റെങ്കിലും വീഡിയോ കാണും, അല്ലേ? നമുക്കറിയാം, ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ വീഡിയോ കാണും. നമ്മളൊരു വീഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ 2 മിനിറ്റെങ്കിലും നമ്മൾ വീഡിയോ കാണും. ആ 2 മിനിറ്റ് കാണാൻ വേണ്ടിയിട്ട് കാണുന്നത്, ഒരു 4 മിനിറ്റുള്ള വീഡിയോ ആണ് നമ്മൾ 2 മിനിറ്റ് കണ്ടെങ്കിൽ ഏകദേശം ആ വീഡിയോൻ്റെ പകുതി നമ്മൾ വാച്ച് ചെയ്തതായിട്ട് കൂട്ടാം. ഓക്കെ, ആ ലോങ് വീഡിയോൻ്റെ പകുതിയോളം നമ്മൾ വാച്ച് ചെയ്തു. അപ്പം യൂട്യൂബിൻ്റെ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിട്ടായിരിക്കണമെന്നില്ല, നമ്മൾ ആ 4 മിനിറ്റുള്ള വീഡിയോ 2 മിനിറ്റോളം വാച്ച് ചെയ്തു. അതിൻ്റെ തമ്പനയിലൊക്കെ നല്ലതാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അത്ര ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അത് 2 മിനിറ്റ് വരെ വാച്ച് ചെയ്യും. അപ്പോൾ ഈ 4 മിനിറ്റുള്ള വീഡിയോ 2 മിനിറ്റ് വാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയോളം നമ്മൾ കണ്ടു. മനസ്സിലായില്ലേ? അതേസമയം നമ്മൾ ഈ 10 മിനിറ്റ് 20 മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇത് കാര്യം അറിയാൻ വേണ്ടി ഈ പറയാൻ നമ്മൾ അത് അരമണിക്കൂർ കാണണമെന്നില്ല, അല്ലെങ്കിൽ 10 മിനിറ്റ് അരമണിക്കൂറുള്ള വീഡിയോ 10 മിനിറ്റ് കാണണമെന്നില്ല.
നമ്മൾ ഈ പറഞ്ഞ 2 മിനിറ്റ് തന്നെ നമ്മൾ ഈ വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ ഈ അരമണിക്കൂറുള്ള വീഡിയോ 2 മിനിറ്റ് കാണുന്നതും ഈ 4 മിനിറ്റുള്ള വീഡിയോ 2 മിനിറ്റ് കാണുന്നതും യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ഈ 4 മിനിറ്റുള്ള പകുതിയോളം വാച്ച് ചെയ്തു നമ്മൾ. പക്ഷെ അരമണിക്കൂറിൻ്റെ വീഡിയോ നമ്മൾ വെറും 2 മിനിറ്റേ വാച്ച് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു അംശം പോലും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ആവറേജ് പേഴ്സൻറ്റേജ് വ്യൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ കാണാം. ഇവിടെ കാണാം ആവറേജ് പേഴ്സൻറ്റേജ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ആവറേജ് പേഴ്സൻറ്റേജ് വ്യൂ ആണ് നമ്മുടെ കൂടുതൽ യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ അയക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ആവറേജ് പേഴ്സൻറ്റേജ് വ്യൂ. എത്ര ശതമാനം ഒരു വീഡിയോൻ്റെ എത്ര ശതമാനം വെച്ച് ആൾക്കാർ കാണുന്നോ അതിനനുസരിച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കൂടിക്കൊണ്ടിരിക്കും. കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഒരു 4 മിനിറ്റുള്ള തുടക്കക്കാരാണ് പറയുന്നത്. വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പരിപാടിയല്ല. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് റീച്ച് ആക്കി എടുക്കാൻ വേണ്ടി ഒരു 4 മിനിറ്റുള്ള വീഡിയോ കാണാവുള്ളൂ. പിന്നെ നമുക്ക് ഒരു ഓഡിയൻസിനെയൊക്കെ ക്രിയേറ്റ് ആയി കിട്ടിയതിന് ശേഷം നമുക്കൊരു ആവറേജ് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ആയി കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അതെന്തിനാണ്? നമുക്കൊരു ഓഡിയൻസ് ആയി, നമുക്ക് റീച്ച് ഉണ്ട് ചാനലിന് ആ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോ ഇടാൻ തുടങ്ങാം. അപ്പം നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയുള്ള വാച്ച് ടൈം കൂടും. ഓക്കെ, അപ്പോൾ മോണിറ്റൈസേഷൻ ഒക്കെ ആയ ആൾക്കാരാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റുള്ള വീഡിയോ ഇടുന്നതാണ് നല്ലത്, ബെറ്റർ. കാരണം വെച്ചാൽ അവർക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഓരോ വീഡിയോൻ്റെ അകത്തും ഇത്ര ആഡ്സ് ഉണ്ട്. നമുക്കൊരു 20 മിനിറ്റുള്ള വീഡിയോ ചിലപ്പോൾ 4 ആഡ്സ് ഒക്കെ വരും. ഓക്കെ, ഈ ആഡ്സ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം യൂട്യൂബ് നമുക്ക് തരുന്നത്, കണക്കാക്കുന്നത്. അപ്പോൾ 4 മിനിറ്റുള്ള വീഡിയോൻ്റെ അകത്ത് ആഡ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം തുടക്കക്കാരാണെങ്കിൽ നമുക്ക് ആഡ്സ് ഒന്നുമില്ല. നമുക്ക് ആവറേജ് പേഴ്സൻറ്റേജ് നമ്മുടെ ചാനൽ റീച്ച് ആക്കാനുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ. അപ്പോൾ അതിനാണ് 4 മിനിറ്റുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. 4 മിനിറ്റ് കൂടരുത്. പിന്നെ മോണിറ്റൈസേഷനൊക്കെ ആൾക്കാരാണ്, അവരുടെ ഉദ്ദേശം വരുമാനമാണ്. കൂടുതൽ ആഡ്സ് ആണ് വേണ്ടത്. ആഡ്സ് ക്ലിക്ക് ചെയ്യണം. അതിനുവേണ്ടി നല്ല കണ്ടന്റുള്ള ഒരു 10-20 മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അവർക്ക് കൂടുതൽ ആഡ്സ് ക്ലിക്ക് ചെയ്യുന്ന വഴി അവർക്ക് വരുമാനം യൂട്യൂബിൻ്റെ വരുമാനം കൂടുതലായിട്ട് നമ്മുടെ വരും, ആഡ്സൻസ് കയറും. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വ്യൂ ഉള്ള. പിന്നെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഒരു റീച്ചായ ചാനലാണെങ്കിൽ 15 മിനിറ്റുള്ള മേലോട്ടുള്ള വീഡിയോ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വാച്ച് ടൈം കൂടി ആൾക്കാരെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാനാവും. ഓക്കെ, ഇപ്പോൾ ഏകദേശം കാര്യം ലോങ് വീഡിയോനെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് വരുന്ന നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഷോർട്ട് വീഡിയോൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവം. നമ്മൾ എത്ര ശതമാനം കാണുന്നു, ആവറേജ് പേഴ്സൻറ്റേജ് എത്ര ശതമാനം കാണുന്നു. നമ്മളൊരു വീഡിയോ ഷോർട്ട് വീഡിയോ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നമുക്ക് ഒരുപാട് ഷോർട്ട് വീഡിയോ ഇങ്ങനെ കാണാം. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസ് ഒക്കെ കാണുന്നെങ്കിൽ നമ്മൾ ഷോർട്ട് എന്ന ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ രാത്രി കിടക്കാൻ സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ അതിൻ്റെ ആ ഒരു തമ്പനയിൽ കണ്ടു കഴിയുമ്പോൾ തമ്പനയിൽ അതാണ് ഒരു പ്രാധാന്യമുള്ളത് കേട്ടോ. അപ്പോൾ തമ്പനയിൽ കണ്ടു നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ക്ലിക്ക് ചെയ്ത സംഭവം അല്ല ഇതിൻ്റെ ആ തൊള്ളയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കട്ടായി പോകും. അപ്പോൾ ഈ കട്ടാക്കി പോകുന്നല്ല, ഒരു 15 സെക്കൻഡിലെ വീഡിയോ നിങ്ങൾ കൂട്ടിക്കോ. അപ്പോൾ നമ്മളൊരു 15 സെക്കൻഡിലെ വീഡിയോ ജസ്റ്റ് 15 സെക്കൻഡ് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതെങ്കിലും നമുക്കൊരു ക്ഷമയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു 60 സെക്കൻഡുള്ള വീഡിയോ നമ്മൾ ചിലപ്പം നല്ല വീഡിയോയിൽ നമ്മൾ 60 സെക്കൻഡ് കാണാം, പെട്ടെന്ന് അടുത്തതിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷേ അതേസമയം 15 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ ഒരു 3/4 ഭാഗമെങ്കിലും നമ്മൾ കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഈ ലോങ് വീഡിയോൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പകുതി കൂടുതൽ 3/4 ഭാഗം നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ആ യൂട്യൂബ് ആ ഒരു വീഡിയോ നല്ലതല്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ റെക്കമെൻഡേഷൻ പോകും. അപ്പം വീഡിയോയുടെ ലെങ്ത് കുറയുന്നത് എന്തുകൊണ്ടും തുടക്കക്കാർക്ക്, അതായത് ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഓൾറെഡി ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത ആളാണെങ്കിൽ, അതായത് നല്ല റീച്ച് ആയ ആളാണെങ്കിൽ അവർ വലിയ വീഡിയോ ഇട്ടാലും കാണാൻ ആൾക്കാരുണ്ട്. പക്ഷേ തുടക്കക്കാരായ ആൾക്കാരെ ആർക്കും അറിയത്തില്ല യൂട്യൂബിൽ, അതിനെക്കുറിച്ച് ആർക്കും ഒരു പിടിപാടുമില്ല. അപ്പം ചെറിയ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ആൾക്കാരുടെ നമ്മുടെ ചാനലിലെ റീച്ച് കൂട്ടിയെടുത്ത് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ആയതിനു ശേഷം മാത്രമേ വലിയ തരത്തിലുള്ള വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങാവുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മുടെ ചാനൽ റീച്ച് ആവുള്ളൂ. ഞാനിത് നിങ്ങൾക്കൂടെ ഞാൻ ചാനൽ ഗൈഡൻസ് ചെയ്യുന്ന ആൾക്കാർക്കും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഓഡിയൻസ് കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് റെക്കമെൻഡേഷൻ നമുക്ക് വന്നാലേ ഓഡിയൻസ് നമുക്ക് ഉണ്ടായി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കം തൊട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഒരു കണ്ടന്റ് പറഞ്ഞു തന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നോട് ഞാൻ പറയുകയാണ്, ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ് ചെയ്തിട്ടേ പോവുള്ളൂ, മറക്കരുത്. ഇതുപോലെ ഉപകാരമുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അതുവരെ ബൈ.